37-ാം ദിവസം. മടിക്കാതെ കൊടുക്കുക, ധൈര്യമായി ജീവിക്കുക. ജീവിക്കുവാനും വളരുവാനും എല്ലാ ജീവികൾക്കും ചില നിയമങ്ങളുണ്ട്. പോഷണം സ്വീകരിക്കണം, നല്ല വായു ശ്വസിക്കണം, പല മണിക്കൂർ ഉറങ്ങണം, അമിതമായാൽ ഏതും വിഷം. അതുപോലെ തന്നെ പ്രധാനമാണ് മനസ്സിൻ്റെ നിയമങ്ങളും. ആയുഷ്യം ഉള്ളിൽ വച്ച് ഉറങ്ങാൻ പോകരുത്, ദുഃഖം വച്ച് താമസിപ്പിക്കരുത്, കഴിഞ്ഞ കാര്യങ്ങളിൽ കുടുങ്ങരുത്, ഭാവിയെ വിശ്വസിക്കുക. സ്നേഹമൈത്രി ഭാവങ്ങൾ മനസ്സിനും ശരീരത്തിനും ഔഷധമാണ്. സഹജീവനമാണ് ജീവിതം. ഈ ജീവനശാസ്ത്രത്തിന് ആധാരം ദൈവം സ്നേഹമാണ് എന്ന ദൈവശാസ്ത്രമാണ്. നമ്മുടെ മനുഷ്യപ്രകൃതി എത്ര അവിശ്വസനീയമായ അത്ഭുതമാണ്! ഇതും ശരീരത്തിനകത്തും പുറത്തും ഏർപ്പാടാക്കിയിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളും ദൈവം സ്നേഹമാണെന്ന് കാണിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനങ്ങൾ. ഇത്രയേറെ സ്വീകരിച്ച നമ്മൾ ലോഭമില്ലാതെ കൊടുക്കുന്നവരല്ലേ? നമ്മുടെ കടങ്ങൾ എത്ര വലുതായാലും കർത്താവ് ക്ഷമിക്കുന്നു. ഇത്രയേറെ കടപ്പെട്ടിരിക്കെ നമ്മുടെ ചെറിയ കടക്കാരോട് ക്ഷമിക്കേണ്ടവരല്ലേ നമ്മൾ? കണക്ക് വയ്ക്കാതെ കൊടുക്കുക, 70 പ്രാവശ്യം ക്ഷമിക്കുക. ഇത് ദൈവത്തിൻ്റെ ഛായയിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ അതിജീവന നിയമമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിനെ ആഴത്തിൽ അറിയുവാൻ, സ്നേഹിക്കുവാൻ, അടുത്തനുഗമിക്കുവാൻ എനിക്ക് കൃപ തരിക. ആമേൻ.